വനിതാ പ്രൊഡ്യൂസർ മാത്രമല്ല, നല്ലൊരു അഭിനേത്രിയാണ്. അതിലുപരി കേരളത്തിന്റെ മുഖ സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത്രയും അടിപൊളിയായിട്ടുള്ള ഷീലു എബ്രഹാമാണ്. നയൻതാരേന്റെ കൂടെ അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് ഞങ്ങൾ അതിന്റെ ട്രെയിലർ ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് കമന്റ്സ് മൊത്തം അതായിരുന്നു, ചാർജ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ആക്ച്വലി അത് എന്താന്ന് ആദ്യം മനസ്സിലായില്ലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന്റെ ഒരു സ്ഥാപനത്തിൽ ടച്ചിങ്സ് പോരാ എന്നുള്ളൊരു കമന്റ് വന്നപ്പോ സെറ്റ് ആക്കി തരാം എന്ന് പറയാനുള്ള. ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട് ലൈഫ്? അയ്യോ, ഭയങ്കര മിസറബിളാണ്. അത്ര എളുപ്പമല്ല. കുറേ വർഷങ്ങളായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ ഒന്ന് എടുത്തു നോക്കി, എത്ര പേര് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടാവില്ല. വളരെ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കിയില്ല. ഇപ്പൊ നമ്മൾ നഷ്ടത്തിലാണ്. അന്ന് ഇന്റർവ്യൂല് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ധ്യാൻ ഇപ്പൊ കൂടെ കൂട്ടിയോ? ഷീലു എബ്രഹാമിന് എന്താ കുഴപ്പം? ഷീലു എബ്രഹാമിന് അഭിനയിക്കണം തോന്നുമ്പോൾ ഭർത്താവ് ഉണ്ടല്ലോ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളൊരു സംഭവം ഉണ്ട്. പണം വെറുതെ മരം പിടിച്ച് കുലുക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്നതുമല്ല, ടാക്സ് അടയ്ക്കാതെയല്ല, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയാണ്. അത് വെച്ച് ഞാൻ സിനിമ ചെയ്യുന്നതിന് ആർക്കാണ് പ്രശ്നം? അതെൻ്റെ അവകാശമല്ലേ. രവീന്ദ്ര, നീ എവിടെ എന്ന സിനിമയിലൂടെ അനൂപന്റെയും ധ്യാനിന്റെയും അഭിനയം കൊണ്ട് പ്രൊഡ്യൂസർക്ക് അരമന വീട് തിരിച്ചു കിട്ടിയല്ലോ, സന്തോഷം എന്നുള്ളത്. നമ്മളെ കൂടെ വർക്ക് ചെയ്ത ഒരാള് നമ്മളെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അത് ഞാനിരുന്ന നഷ്ടമാണെന്ന് പറയുന്നത് എൻ്റെ നഷ്ടം തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന് വേദന അല്ല, അത് എല്ലാവർക്കും അറിയാം സിനിമ നഷ്ടമാണെന്നുള്ളത്. അതിൽ അദ്ദേഹം എന്തിനാണ് അങ്ങനെ ഒരു പരിഹാസം? അങ്ങനെയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ നന്നാക്കാമായിരുന്നു?